ബ്രെഡ് പിസയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്, അതുപോലെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ സോസ്, പിസ്സ സോസ് അതിൽ മതി, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്, ഉലുവകായ കുറച്ചെടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, മല്ലിയില, ഒരു കഷ്ണം സവാള അരിഞ്ഞത്, ഒരു ചെറിയ പീസ് തക്കാളി അരിഞ്ഞത്, ഇത് ചിക്കൻ സോസേജ്. ഇത് ഞാൻ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് എണ്ണയിൽ വറുത്തെടുത്തതാണ്. നമുക്കിതിലേക്ക് ഒരു ബൗളിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 4 സ്പൂൺ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. ഓരോ സ്പൂൺ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. 2 സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒലിവ് ഓയിലാണ് പിസയ്ക്കൊക്കെ നല്ലത്. വെജിറ്റബിൾ ഓയിലായാലും മതി, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അത് വെളിച്ചെണ്ണയുടെ ഒരു ഇല്ലാത്ത ഒരു മണം വരും, അതുകൊണ്ടാണ്. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ലോ ഫ്ലെയിമിലാണ് തീ ഇട്ടേക്കുന്നത്. ഇത് ഒരു വശം ആകുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഒരു വശം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യണം. പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇത് ടൊമാറ്റോ സോസാണ്. മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ സോസേജ്, ഒലിവുകായ, വെജിറ്റബിൾസ്, തക്കാളി, മല്ലിയില, സവാള, അതിനുശേഷം നമ്മൾ മൊസറല്ല ഇട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾ വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ കൈവശം അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ഇടാം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചുണ്ടാക്കുന്നൊരു പിസ്സയാണല്ലോ. കളർഫുള്ളാകത്തക്ക രീതിയിൽ വെജിറ്റബിളൊക്കെ ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കും. ചിക്കൻ എല്ലില്ലാതെ എടുത്ത് ഇതുപോലെ ചെറിയ പീസാക്കി വറുത്തെടുത്താലും മതി. മൊസറല്ല ഇട്ട് കൊടുക്കാം. നമ്മൾ ഗ്യാസ് ഓണാക്കി ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വയ്ക്കണം. ഇത് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇരിക്കണം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. ഇത്
മൊസറല്ലയൊക്കെ ഉരുകി തുടങ്ങിയിട്ടുണ്ട്, നല്ല മെൽറ്റായിട്ടുണ്ട്. നമുക്ക് കുറച്ച് മുളക് ചതച്ചത് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് മൊസറല്ല കൂടി ഇട്ട് കൊടുക്കാം, ഒന്ന് മെൽറ്റാകാനായിട്ട്. ഒരു പിഞ്ച് കുരുമുളക് പൊടി ഒന്ന് വിതറി കൊടുക്കാം. അങ്ങനെ ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ ഇരിക്കട്ടെ. ഒന്നുകൂടെ നോക്കാം. നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നൊന്ന് തണുത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.